എന്തു പറ്റി? പറ, കാര്യം പറ. പിടിച്ചു വയ്ക്കാം. കുറച്ചുകൂടി മെന്റലി ഫ്രീ ആയിട്ടല്ലേ? എന്തെങ്കിലും എല്ലാവരും നോക്കുന്നേ? പറ പറ. എല്ലാവരും കണ്ടിരുന്നല്ലേ? ആ, എന്താ കുഴപ്പം? എല്ലാവരും ദൂരെ നിൽക്കുക എന്ന് പറഞ്ഞല്ലേ? അടുത്ത എല്ലാവരും ദൂരെ നിൽക്കുന്ന എല്ലാവരും വേദിക്ക് അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റല്ലേ? എന്താ കാര്യം? അതാണ് നല്ലത്. ചിന്നൂന് അതാണ് ഇഷ്ടം. ആര് വിളിക്കും? ഞാൻ വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. നീ ചിന്നു തന്നെ വിളിച്ച. ചിന്നു തന്നെ വിളിച്ചാ മതി. ഓ, ചിന്നു തന്നെ വിളിച്ചാൽ മതി. അപ്പൊ ദൂരെ നിൽക്കുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെയറിനകത്തേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹായിക്കണം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും അടുത്തേക്ക് വന്നിരിക്കണം. ചിന്നു ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനല്ലേ? എന്തുരി? ഞാൻ ആർ യു റെഡി എന്ന് ചോദിക്കാം. ആരാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുമ്പോ നീ സൈലന്റ് ആയിരിക്കണം. ഓക്കെ? അത് പറ്റില്ല. ഞാൻ ചോദിക്കുമ്പോ നീ സൈലന്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കാന്ന്. ആരാ ചോദിക്കേണ്ടത്? ഉറപ്പാണല്ലോ? അതൊക്കെ എനിക്ക് മനസ്സിലായി. ചേട്ടന്മാരൊക്കെ ചിരിക്കുകയാണ്. ഏത് ചേട്ടന് ഇഷ്ടപ്പെട്ട? എല്ലാ ചേട്ടന്മാരും ഇഷ്ടപ്പെട്ടു. അപ്പൊ ചേച്ചിമാരും ആന്റിമാരൊക്കെ ഒരുപാട് പേരില്ല, അവരെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു അല്ലേ? ഓ, ചിന്നുവിനെ ആർക്കും ഇഷ്ടം? ചിന്നുവിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? പറ പറ. ചില ചേട്ടന്മാരൊക്കെ നോക്കിയിരിക്കുക. അത് ഈ വൈകുന്നേര സമയമായതുകൊണ്ട് ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുക. പിന്നെ ഓഹോ, എങ്ങനെ അങ്ങനെയാണ് ഇരിക്കുന്നത്? ചിലരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് സുപ്രധാനമായ ഒരു കാര്യം പങ്കുവയ്ക്കാനാണ്. എന്ത് കാര്യമാണ്? പിന്നെ എനിക്കറിയില്ല, പിന്നെ നാട്ടുകാർക്ക് അറിയാമോ? എങ്കിൽ നീ തന്നെ പറ. എല്ലാവരും അടുത്തിരിക്കാനാണ് ചിന്നു പറയുന്നത്. ദൂരെ ഇരിക്കുന്നവരെല്ലാവരും ദയവായിട്ട് അടുത്തേക്ക് വാ. ചിന്നിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനല്ലേ? നമുക്കറിയാം, ആഗസ്റ്റ് 15 ആന്റി ഡ്രഗ്സ്, ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ലഹരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നു അല്ലേ? ആള് മരിച്ചു കിടന്നാലും, ആള് ജീവിച്ചിരുന്നാലും, കല്യാണ വീട്ടിലും മരണ വീട്ടിലും ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് അല്ലേ? ശരിയല്ലേ അങ്ങളെ? അങ്ങളെ നോക്കി ചിരിക്കുകയാണ്. ശരിയല്ലേ അങ്ങളെ? ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ലഹരി ലഹരി ലഹരി, സർവത്ര ലഹരി. പിന്നെ കൂട്ടുകാർക്ക് ചിരിക്കണ്ടേ? അവര് നിന്നെ കണ്ടുകൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും സർവത്ര ലഹരിയാണ്. എല്ലാ സ്ഥലങ്ങളിലും ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ചിന്നു, നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അതാരാ പറഞ്ഞത്? നീ പറഞ്ഞോ? നീ പറഞ്ഞോ? ബഹളം ഉണ്ടാക്കരുത്, ഞാൻ തന്നെ പറഞ്ഞോളാം. നീ ബഹളം ഉണ്ടാക്കരുത്, ഞാൻ തന്നെ പറഞ്ഞോളാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ ചെന്നാലും ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്, ഞാൻ കയറി സംസാരിച്ചോളാം. നീ ഒരു കൊച്ചുകുട്ടിയാണ്, അതിൻ്റെ അനുസരിച്ച് അടക്കത്തോടെ ഇരിക്കും. ഞാൻ ആർ യു റെഡി എന്ന് ചോദിക്കാതെ നീ മിണ്ടരുത്. ഞാനിപ്പോ ആർ യു റെഡി എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നീ മിണ്ടാവണം. ചിന്നു പ്ലീസ്. Are you
ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാവരും കൈയടിക്കണേ. ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനും ചിന്നി എത്തിയിരിക്കുന്നത്. ലഹരിയുടെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? എന്താ സ്വഭാവം നഷ്ടപ്പെട്ടെങ്കിലും ചിരിക്കുക. എങ്ങനെ ചിരിക്കും? അങ്ങനെ ചിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. അതെയല്ല, അങ്ങനെ ചിരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടോ? പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? രോഗം വരും, എല്ലാവരും തള്ളിക്കളയും. ശരിയല്ലേ? കൂട്ടുകാരെന്ന് വിളിക്കുമ്പോ നിങ്ങൾ എന്തോന്ന് വിളിയേക്കണേ. ഓക്കെ, ഈ കൂട്ടുകാർക്ക് ഒരൊച്ചയില്ലെന്ന് പറഞ്ഞു. പ്ലീസ് ചിന്നു, പ്ലീസ്. ചിന്നു, നമ്മളൊരു സുപ്രധാന കാര്യം പറയാനായിട്ട് ഇവരോട് വന്നു. ലഹരിയുടെ വിഷയങ്ങളെ കുറിച്ചാണ് പറയണത്. നമ്മൾ പറഞ്ഞു കല്യാണ വീട്ടിലും മരണ വീട്ടിലും എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കുടി. എന്തു കുടി? വെള്ളം കുടി മോശം. വെള്ളമില്ലാതെ കുടിക്കുമ്പോഴാണ് വിഷമം. സത്യത്തിലേ വീട്ടിലെ വീട്ടമ്മമാർക്ക് പണി വല്ലതുണ്ടോ? അവർക്ക് എന്താ പണി? വീട്ടിലെ പണിയാണ്. പണി മുഴുവൻ ആർക്കാ? വീട്ടിലെ അച്ഛന്മാർക്കാ പണി. അവർക്കെന്താ പണി? അവർക്കെന്താ പണി? എല്ലാവർക്കും പണിയുണ്ടല്ലേ? അപ്പൊ ലഹരിയുടെ ദുരന്തങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലെങ്കിലും മയക്കുമരുന്ന് പോലുള്ള ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? എന്തു പറ്റും? പടമായിട്ട് മാറും. അതൊരു മാരകമായ ചിലന്തി പോലെയാണ് അല്ലെ? ആ ചിലന്തിയുടെ കുരുക്കിലേക്ക് ഒരിക്കൽ പെന്ന് വിട്ടുപോയാൽ ആ ചിലന്തിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അല്ലെ? ഞാൻ ചോദിക്കട്ടെ ചിന്നു, എന്തു പറ്റി ചിന്നു? പിന്നെ എല്ലാരും നോക്കിയപ്പോ എന്ത് കണ്ടു? ഓ, ചേച്ചിമാരെ കണ്ടു, ചേട്ടന്മാരെ കണ്ടു. ആർക്കും ഒരു സന്തോഷം ഇല്ലാതിരിക്കരുത്. അതെന്താ ആർക്കും ഒരു സന്തോഷം ഇല്ലാത്ത? ചിരിക്കണം. എന്ത് പറ്റി എല്ലാവരും ചിരിക്കാതെ? എന്നിട്ട് എന്താ ചെയ്യണത്? ഓ, അങ്ങനെ ഇരിക്കാൻ തോന്നും. അത് ഈ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ശരിക്കും എല്ലാവരും കൈയടിച്ചാ ഇങ്ങനെ കൈയടിച്ചാ മതിയോ? ഉറക്കെ കൈയടിക്കും. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 78ാം വർഷം ആഘോഷിക്കുകയല്ല, നമ്മൾ ആദരിക്കപ്പെടുന്ന സുദിനമാണെന്ന്. നൂറുകണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വം വരിച്ച് നിരാഹാരത്തിലൂടെയും സഹനസമരത്തിലൂടെയും നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സുദിനം ആഘോഷിക്കപ്പെടുമ്പോഴാണ് ലഹരിയിൽ നിന്ന് വിമോചനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സുദിനത്തിൽ നമ്മളൊരു മഹത്തായ കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ് അല്ലെ? എന്താണ് തുടക്കം? ആ ജീവിതമാണ് ലഹരി എന്ന് പറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ചരിത്രം പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോഴെല്ലാം മനുഷ്യ ജീവിതം മനുഷ്യരെല്ലാം ഒരുപാട് മുമ്പോട്ട് പോകേണ്ട കാലഘട്ടത്തിലേക്ക് ഏറെ മുന്നിട്ടെങ്കിലും കേരളം, നമ്മുടെ കേരളം ഇന്ന് എന്തു പറ്റി? കേരളം സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളമല്ലേ? സംസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളമല്ലേ? വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളമല്ലേ? കാണാൻ ഭംഗിയുള്ളവരുടെ നാടല്ലേ കേരളം? സുന്ദര കേരളമാണ്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. മദ്യപിച്ച് ലഹരി മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ വർദ്ധിക്കുന്നു. ഇതൊക്കെ വർദ്ധിച്ച് നമ്മുടെ കൊച്ചു കേരളം, സുന്ദര കേരളം നശിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിൽ നമ്മളത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെ? ഇന്ന് ഇവിടുന്ന് പലരും, ഈ പ്രിയപ്പെട്ട സാറ് പറഞ്ഞു, രാവിലെ മുതൽ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളുമായി യാത്ര ചെയ്തു. പലരോടും പറഞ്ഞു എങ്ങനെ പറഞ്ഞു? എന്ത് കുടിക്കരുത്? ഓ, ട്രീഡറിയും കുടിക്കരുത് പറഞ്ഞു. എന്ത് കുടിക്കരുത്? ഓ, ട്രീഡറിയും കുടിക്കരുത് പറഞ്ഞു. ട്രീഡറിയും കുടിച്ചാൽ എന്ത് പറ്റും? ഓ, ട്രീഡറിയും കുടിച്ചാൽ
ടാൻഡ്രി ആവുമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ചിന്നു അങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് ഇവിടെ വൈകുന്നേരം ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു മഹത്തായ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ആന്റി ഡ്രഗ്സ് യൂത്ത് ക്യാമ്പയിൻ. ചിന്നുവിനെ അറിയാമോ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ മദ്യപിക്കുന്ന ഒരു കൊച്ചു കേരളമാണ് നമ്മുടെ കേരളം. എന്താ അപ്പൊ 18 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്ക് ആളുകൾ മദ്യപിക്കുന്നു. മദ്യപിക്കുന്നവർ മാത്രമാണോ? ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് കേസിന് അടിമപ്പെടുന്നതും 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള യുവതി യുവാക്കളാണ്. സുന്ദരി സുന്ദരന്മാരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലഹരി അവരുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ സുന്ദരിയോ സുന്ദരൻ സുന്ദരിയാകും, സുന്ദരൻ സുന്ദരനാകും. അവസാനം എന്ത് പറ്റും? സുന്ദരമായി ഓടിപ്പാഞ്ഞ് നടന്ന് സുഖമായിട്ട് ജീവിക്കേണ്ട, സ്വതന്ത്രമായി നടക്കേണ്ട സമയത്ത് അവരെ എവിടെ എത്തിച്ചേരും? ജയിലിൽ എത്തിച്ചേർന്ന് കിട്ടും. ഇല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആരും മിണ്ടണ്ട. നിന്നോട് വഴക്കുള്ളതാണ്ടാലും. നിന്നോട് വഴക്കാണോ? ചിന്നോട് വഴക്കാണോ? ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കണേ. ഇങ്ങനെ കൈയടിച്ചാ മതിയോ ചിന്നു? ഇങ്ങനെ കൈയടിച്ചാ പോരാന്നാ ചിന്നു പറയണത്. ഉറക്കെ കൈയടിച്ചാ ഇപ്പൊ സുന്ദര കേരളം, നമ്മുടെ കൊച്ചു കേരളം, സുന്ദര കേരളം ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ എത്തിപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം, ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളുള്ള മേഖലകളായി ആ മദ്യത്തിന്റെ ആസക്തി മൂലം ഉണ്ടാവുന്ന കേരളമായി നമ്മുടെ കേരളം, റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു അല്ലേ? മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നിനക്കറിയില്ല ചിന്നു? ഞാൻ നോക്കിയേ, മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോ എങ്ങനെയായിരിക്കും വണ്ടി ഓടിക്കുന്നവർക്ക് യാതൊരു ലക്കും ലഗാനും ഇല്ല അല്ലേ? ഏത് വഴിക്കാണ് അവന് ഓടിക്കുന്നതെന്ന് യാതൊരു ഓർമ്മയും അവനുണ്ടാവില്ല. അവന്റെ മനസ്സിലേക്ക് അവനെ ബ്രേക്ക് ചവിട്ടണമെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് പണ്ടേ ചവിട്ടി പോയിരിക്കും. എന്താ കാര്യം? അവന്റെ മനസ്സിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ തലച്ചോറിലേക്ക് ആ ചിന്ത എത്രയോ സെക്കൻഡ് എടുക്കും. ആ സെക്കൻഡ് എടുക്കുമ്പോഴത്തേക്ക് അവന്റെ കാര്യം കട്ടപ്പോക. ഇപ്പൊ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടാവുന്ന അപകടങ്ങൾ അനവധി വർദ്ധിക്കുക. നമുക്കറിയാം, പണ്ടൊക്കെ മദ്യപിക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല ചിറ്റു? എങ്ങനെയാ? എന്നായിരുന്നു മദ്യപിക്കുന്ന ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ? ലഹരി കഞ്ചാവ് അടിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ ചിറ്റു? എന്താ? അവന്റെ ബോധമണ്ഡലങ്ങളൊക്കെ തിരിഞ്ഞ് അവന്റെ ശാരീരികാവസ്ഥകൾക്ക് വ്യത്യാസമായിരിക്കും അല്ലേ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവന്റെ ശരീരവും അവന്റെ മനസ്സും പെട്ടെന്നായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാവുന്ന അപകടങ്ങൾ, ലഹരി ഉപയോഗിച്ചുണ്ടാവുന്ന വാഹനങ്ങൾ, പിന്നെന്താ? ലഹരി ഉപയോഗിച്ചാൽ പിന്നെന്തൊക്കെയാണ്? HIV പകരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒരേ സൂചി തന്നെ ഉപയോഗിച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട്. HIV പകരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. HIV പകരുന്നത് രക്തത്തിലൂടെയാണ്. ഞാൻ കേരള സർക്കാർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോഗ്രാം കേരളം മുഴുവൻ ചെയ്യുന്നയാളാണ്. അതിന്റെ ഭാഗമായിട്ട് ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒരേ സൂചി തന്നെ പലരുമായിട്ട് കുത്തിവെക്കുന്ന സമയത്ത് HIV പകരാനുള്ള സാധ്യത കൂടുതലാണ്. പച്ച കുത്തുന്നവർ ഒരേ സൂചി തന്നെ ഉപയോഗിച്ച് പല ശരീരത്തിൽ പച്ച കുത്തുമ്പോഴും HIV പകരാനുള്ള സാധ്യത. ഓർക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവുന്ന സംഭവം എന്താണ്? ഒന്ന്, ശരീരം പോവും, കുടുംബം പോവും, പിന്നെ HIV ഒക്കെ പിടിപെട്ടാൽ പിന്നെ എന്താണ്? അത് നിയന്ത്രിക്കാനുള്ള മരുന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും HIV ഇല്ലാതാക്കാൻ കഴിയില്ല അല്ലേ? അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലഹരി, അപ്പൊ ലഹരി എന്നൊരു മാരകമായ അവസ്ഥയ്ക്ക് മാറ്റം വേണ്ടേ? ബഹുമാനപ്പെട്ട പോലീസ് തന്നെ യോദ്ധാവ് എന്നൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ അവരെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ രഹസ്യമായിട്ട് സൂക്ഷിക്കും. കേരള സർക്കാർ എയ്ഡ്സ് കൺട്രോൾ കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി
പദ്ധതിയുണ്ട്. അതിലൊഴിക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ പോലും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെ പറ്റി. പിന്നെ ഒരു കാര്യം പ്രത്യേകമുണ്ട്, ലഹരി ഉപയോഗിക്കുന്നതും ലഹരി മരുന്നിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതും എല്ലാം വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതാർക്കും അറിയില്ലേ? അപ്പൊ ലഹരിയുടെ ഉപയോഗം എവിടെയാ തകർക്കുന്നത്? ശരീരം നശിക്കും, കുടുംബം നശിക്കും, പിന്നെയോ എല്ലാം നശിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. എന്താ പറയുന്നത്? ജീവിതമാണ് ലഹരി. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഒന്നുറക്കെ പറഞ്ഞേ, ജീവിതമാണ്. ജീവിതമാണ്. ഒന്ന് പറഞ്ഞേ. എല്ലാ മതങ്ങളും ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലെ? ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ശരീരമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. മതങ്ങളെല്ലാം മനുഷ്യ ശരീരത്തെയും മനുഷ്യനെയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബൈബിളിലും പറയുന്നു. ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നമ്മൾ അറിയാതിരിക്കരുത്. അതുപോലെ എല്ലാ മതങ്ങളിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും നമ്മുടെ ശരീരത്തെക്കുറിച്ചും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അല്ലേ? എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ചെറിയ സുഖത്തിന് വേണ്ടി. അല്ലേ? ഈ ലഹരി ഉപയോഗിക്കുന്നത് ആദ്യമേ എങ്ങനെയാ തുടങ്ങണേന്ന് അറിയാമോ? എങ്ങനെയാ? ആദ്യം കമ്പനിക്ക്, പിന്നെയോ പിന്നെ കൂട്ടിന്, പിന്നെയോ ഇല്ല. ശരിയല്ലേ? ശരിയല്ലേ? ആദ്യം പറയും, എടാ ഒരു ദിവസം ഒന്ന് കൂടാൻ നോക്കാം, ഞാൻ നിന്റെ കൂടെ ഒന്ന് കൂടാം. ആദ്യം രസത്തിനാവും, പിന്നെ കൂട്ടിനാവും, പിന്നീട് അത് ഇല്ലാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ എന്ത് ചെയ്യും? പിന്നെ അവൻ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മറ്റു ചെറിയ മോഷണങ്ങൾ നടത്തും. ചെറിയ മോഷണങ്ങൾ നടത്തി പിന്നെ വലിയ മോഷണങ്ങൾ നടത്തും. അതില്ലാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കൂടുതൽ മോഷണങ്ങൾ നടത്തും. പിന്നീട് അവൻ ഇതിന്റെ കച്ചവടക്കാരനായി മാറും. കച്ചവടക്കാരനായി മാറി നല്ല ബൈക്ക് കിട്ടും, നല്ല ഷർട്ട് കിട്ടും. ചെത്തി നടക്കുമ്പോഴായിരിക്കും അവനെ എക്സൈസും പോലീസും പിടിക്കുന്നത്. അതോടുകൂടി എന്ത് പറ്റും? അതോടുകൂടി കട്ടപ്പോയാണ്. അവന്റെ ജീവിതം തകരും. ന്യായാധിപനായി ഇരുന്ന ഒരു മനുഷ്യൻ സ്വന്തം മകൻ ലഹരി മരുന്ന് കേസിന് അടിമപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി മരിച്ച വേദനയോടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ, ആ മകന് വേണ്ടി ജാമ്യം നിൽക്കുവാനും അതിൻ്റെ ക്രിമിനലുകൾ നടത്തുവാനും ഓടിയെത്തിയ ബന്ധുക്കൾ സ്വന്തം ഒരുപാട് തത്രപ്പെട്ടിട്ടാണ് ആ ന്യായാധിപന്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ മകന് പങ്കെടുക്കാൻ പറ്റിയിട്ടും പെറ്റമ്മയും സ്വന്തം സഹോദരിയും കരഞ്ഞു വീർത്ത കണ്ണുനീരുമായി നിൽക്കുമ്പോൾ ആ ശവശരീരത്തിൽ നോക്കി നമസ്കരിച്ച് മാത്രം നോക്കിയിട്ട് പടിയിറങ്ങി പോവേണ്ട മകന്റെ ചിത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അല്ലേ? അപ്പൊ ഓർക്കുക, അത് എവിടെന്നാ തുടങ്ങിയത്? ലഹരിയുടെ ദുരന്തങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ ലഹരിയോട് എന്താ പറയണ്ടേ? ഒന്ന് പറഞ്ഞേ. ലഹരിയോട് എന്ത് പറയണം? ലഹരിയോട് എന്താ പറയേണ്ടത്? എല്ലാരും മിണ്ടാരി. ലഹരിയോട് നോ പറയണം. വേണ്ടേ? മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ലഹരി ആശ്രയിക്കുന്നത്. അല്ലെ? കിടക്ക വാങ്ങാൻ പറ്റും, പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റൂ? ഇല്ല. ഉറക്കം വാങ്ങാൻ പറ്റും, പക്ഷെ കിടക്ക വാങ്ങാൻ പറ്റൂ? എന്താ അങ്ങനെ പറഞ്ഞത്? ശരിയല്ലേ? കിടക്ക വാങ്ങാൻ നമുക്ക് 10,000 രൂപ എടുത്ത് കിടക്ക വാങ്ങാൻ പറ്റും, പക്ഷെ നമുക്ക് 10,000 രൂപ എടുത്ത് ഉറക്കം വാങ്ങാമോ? ഇല്ല. നമുക്ക് ഗ്യാരണ്ടി ഉള്ള വസ്തുക്കൾ 6 മാസത്തെ ഗ്യാരണ്ടിക്കും 8 മാസത്തെ ഗ്യാരണ്ടിക്കും നമുക്ക് മൊബൈൽ ഫോണും ഉൽപ്പന്നങ്ങളും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ ഡോക്ടർക്ക് കഴിയോ? അങ്ങനെ ചിരിക്കുകയാണ്. ശരിയല്ലേ? നീ അങ്ങളെ